Assalamu alaikum. Assalamu alaikum. ബാക്കിയുള്ളവരെ സഹായിക്കുവാനുള്ള ഒരു അഭിവാഞ്ച. Anta Sportswear presents Shehru Ramadan in association with Shakti Bhog and Eastern Curry Powder. Powered by Benchmark Media. Anta Sportswear footwear, apparel and accessories now available at Lulu. In association with Shakti Bhog, we care for your health. Easy cooking. Ini ഞങ്ങളുടെ style. Eastern chili chicken masala. Supported by Finora Kitchen, a perfect stainless steel kitchen. Now in Cochin. Pepper Pan Restaurant. Enjoy the delicious ecstasy near Al Nahda Park, Sharjah. Telephony Telecom Technologies, in search of true greatness. This is better than the best. Better service, better timing and better rates. Hey, click on to bettercardubai.com. Ramla Hypermarket, Ramadan Night Souk. Come and revive your soul. Al Usood Cargoയുടെ ജംബോ ബോക്സിൽ 1000 കിലോ വരെ കാർഗോ അയക്കാം. Al Usood Cargo, delivering promises. എന്നും രുചിയുടെ ഉത്സവമാണ്. RKG Ghee പങ്കുവയ്ക്കൂ ഈ രുചിയുടെ ആനന്ദം. Juice World, discover the difference. Bangalore Empire Restaurant, Karama and Gazes, the place you recommend. Fatima Hypermarket, Supermarket and Department Store. അസ്സലാമു അലൈക്കും. എല്ലാ പ്രിയപ്പെട്ടവർക്കും റമദാൻ ആശംസകൾ. ഒരു വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് ആ ഒരു വിവാഹത്തിന് വേണ്ട മാനദണ്ഡങ്ങളായി നിങ്ങൾ കരുതുന്നത്? ഏറ്റവും കൂടുതൽ പണം അതോ സൗന്ദര്യമോ? ഇതേക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ പ്രകാശവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഒപ്പം ടേസ്റ്റി ഇഫ്താറിൽ എന്നത്തെയും പോലെ തന്നെ സെലിബ്രിറ്റി ഷെഫ് നിങ്ങൾക്ക് നിങ്ങളുടെ പാചകത്തിന് വേണ്ട കുറേയധികം നിർദ്ദേശങ്ങൾ തരുന്നു. കാണുക ഷഹറു റമദാനിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹസ്വാഗതം. رمضان قد أهل بالصيام وأطل مصيدا أهلا وخلا ليته في كل حين. മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ്. കുടുംബജീവിതത്തിലൂടെയാണ് ഈ സാമൂഹ്യ ജീവിതത്തിൻ്റെ തുടക്കം. ഭദ്രമായ കുടുംബങ്ങളിലൂടെ മാത്രമേ ഭദ്രവും ആരോഗ്യകരവുമായ സാമൂഹ്യ നിർമ്മിതി സാധ്യമാകൂ. വിവാഹത്തോടെയാണ് കുടുംബജീവിതത്തിന് പ്രാരംഭം കുറിക്കപ്പെടുന്നത്. ഇത് നമുക്കെല്ലാവർക്കും അറിയാം. വിവാഹം മാതൃകാപരവും ആദർശാധിഷ്ഠിതവുമാകണമെന്നാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത്. വൈവാഹിക ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന ദമ്പതികളെ പരസ്പരം ചേർത്ത് നിർത്തുന്ന കണ്ണി ആദർശബന്ധമായിരിക്കണം. സ്വത്തും പണവും മറ്റ് ഭൗതിക സൗകര്യങ്ങളും വിവാഹത്തിൽ മുഖ്യ മാനദണ്ഡമാകരുത്. അമിതമായ സൗന്ദര്യ സങ്കല്പങ്ങൾ അത് ഒഴിവാക്കണം. സ്ത്രീധനം ഒരു കാരണവശാലും വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യരുത്. വിവാഹം കഴിക്കുമ്പോൾ സാധാരണ പരിഗണിക്കപ്പെടാറുള്ള സ്വത്ത്, സൗന്ദര്യം, കുലീനത, മതനിഷ്ഠ എന്നീ 4 സവിശേഷതകൾ എടുത്തു പറഞ്ഞതിന് ശേഷം ദീനുള്ളവളെ സ്വന്തമാക്കുക എന്ന് പറഞ്ഞതിനർത്ഥം മുഖ്യ പരിഗണന മതനിഷ്ഠയ്ക്ക് തന്നെ നൽകണം എന്നതാണ്. ദീൻ പരിഗണിക്കാതെ സ്വത്തോ സൗന്ദര്യമോ മറ്റ് ഭൗതിക നേട്ടങ്ങളോ ലക്ഷ്യമാക്കി നടത്തുന്ന വിവാഹങ്ങളുടെ പരിണതി അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിഷേധിക്കപ്പെടുക എന്നത് തന്നെയായിരിക്കും. അക്കാരണത്താൽ തന്നെ ഇത്തരം വിവാഹ ബന്ധങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് അത് നാശമായി തീരും എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ കുടുംബ ബന്ധങ്ങൾ, വിശിഷ്യ ദാമ്പത്യ ബന്ധങ്ങൾ ശിഥിലമാകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം മതനിഷ്ഠ പരിഗണിക്കാതെയുള്ള വൈവാഹിക ബന്ധങ്ങൾ തന്നെയാണ്. സമാധാനവും ശാന്തിയും പ്രദാനം ചെയ്യേണ്ട കുടുംബ അന്തരീക്ഷത്തെ നരകതുല്യമാക്കി മാറ്റാൻ മാത്രമാണിത് കാരണമാവുക. സമാധാനം നഷ്ടപ്പെട്ടവർക്ക് മറ്റ് ഭൗതിക വസ്തുക്കളിൽ സന്തോഷം കണ്ടെത്തുക എന്നത് സാധ്യമല്ലാത്തതിനാൽ ഇഹപര നന്മകൾ വിശിഷ്ടമായ പരമ നിർഭാഗ്യവാന്മാരും നിർഭാഗ്യവതികളുമായി മാറാനും ഇടവരുത്തുന്നു. അതിനാൽ ആർക്കും ആദർശവും സ്വഭാവവും സംസ്കാരവും മുഖ്യ പരിഗണനയാക്കുക. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് ജീവിത പങ്കാളിയുടെ തെരഞ്ഞെടുപ്പ്. സ്വന്തം മാതാപിതാക്കളും മക്കളും
അടുത്ത ബന്ധുക്കളും ആരായിരിക്കണം എന്ന് തീരുമാനിക്കാൻ നമുക്കാർക്കും സ്വാതന്ത്ര്യമോ സാധ്യതയോ ഇല്ല. എന്നാൽ ഇണകളുടെ കാര്യത്തിൽ ഇതുണ്ട്. വിവാഹത്തിലൂടെ 2 വ്യക്തികൾ മാത്രമല്ല, 2 കുടുംബവും പ്രദേശങ്ങളുമാണ് പരസ്പരം ബന്ധപ്പെടുന്നത്. അതിനാൽ ദമ്പതികളും അവരുടെ മാതാപിതാക്കളും മറ്റു ബന്ധുക്കളും നന്നായി പഠിച്ചും കൂടിയാലോചിച്ചും വേണം ഇണകളുടെ തെരഞ്ഞെടുപ്പ് നടത്താൻ. Anta sportswear, footwear, apparel and accessories now available at Lulu. जब हाथों से खिलानी है 2 वक्त की रोटी तो वो जरूर हो शक्ति भोग आटे से बनी, अपने देश का नंबर 1 आटा। Onachanda Kerala Fest, the harvest festival of Kerala on 5th, 6th and 7th in Dubai, UAE. Powered by Benchmark Media. ഇത് മിസ്റ്റർ കുമാറിന്റെ വീട്. ഈ വീട്ടിൽ എന്നും ഉത്സവം. ഒന്നുകിൽ മിസ്റ്റർ കുമാറിന്റെ ക്രിക്കറ്റ് ബാച്ചിലർ പാർട്ടി, അല്ലെങ്കിൽ മിസ്സിസ് കുമാറിന്റെ ലേഡീസ് ഉള്ളി ഗോസിപ്പ് പാർട്ടി, കുഞ്ഞുമോൻ മാത്സ് ജസ്റ്റ് പാസ്സായ പാർട്ടി, മീനുമോളുടെ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് പാർട്ടി, പിന്നെ ഓണം, ക്രിസ്മസ്, ഈദ് പെരുന്നാൾ, അങ്ങനെ പാർട്ടിയോട് പാർട്ടി. കാരണം പരിശുദ്ധമായ RKG നെയ്യ് കൊണ്ട് പാചകം ചെയ്യുന്ന വീടുകളിൽ എന്നും രുചിയുടെ ഉത്സവമാണ്. RKG ഗീ, പങ്കുവയ്ക്കൂ ഈ രുചിയുടെ ആനന്ദം. Can I get a cab real fast that won't be heavy on my pockets? Sure, Better Car Rentals comes to you with better service. Cars to choose from the range of world-famous brands, starting from the lowest prices on daily, weekly and monthly rentals. Yay! Yippee! This is better than the best. Better service, better timing and better rates. Hey, click on to bettercardubai.com or call toll-free 800-BETTER to experience special car rental services. റമദാൻ നൈറ്റ് സൂക്ക് ഈ പെരുന്നാൾ രാവിൽ ഗസലിന്റെ ഈരടിയോട് കൂടിയ ഒരു ഹെന്ന കോntest. വിജയിക്കുന്ന 3 പേർക്ക് ഓരോ പവൻ ഗോൾഡ് കോയിൻ വീതം. സപ്പോർട്ടഡ് ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. Ramadan Night Souk at Ramla Hypermarket. Powered by Benchmark Media. मन बहक सा जाता है तब तू यूं फिजा को महकाए जब दिलकशी भरा नजारा है तेरा कहे भी सब कुछ कहे संग तेरे शक्ति भोग गोल्ड बासमती राइस, कण कण में स्वाद और खुशबू. We Telephony, a dynamic and innovative company providing cost-effective telecom, IT products and services to the businesses as well as consumers. Telephony today, with a global outlook and reach, one of the most successful ICT solution providers in the MENA region. A truly innovative company with a commitment to quality and technologies. The future is bright. Telephony Telecom Technologies, in search of true greatness. Finora Kitchen, a perfect stainless steel kitchen for you and your family. Now in Cochin, a product from Silver Metals Industries, Dubai. Assalamu alaikum. അസ്സലാമലൈക്കും. ഷെഹർ റമദാന്റെ ഏറ്റവും ടേസ്റ്റി ഇഫ്താറിലേക്ക് നമ്മൾ കിടക്കാൻ പോവാണ്. എന്നോടൊപ്പം നിൽക്കുന്ന ആരാണ്? ഷിമി റഫീഖ്. ഷിമി റഫീഖ് ഫ്രം ഷാർജ. കഴിഞ്ഞ പ്രാവശ്യം പുള്ളിക്കാറ്റിടെ വന്നപ്പോൾ ഇത് തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് അവിടെ നിന്ന് വീട് മാറിയിട്ടില്ല അല്ലേ? ഇല്ല, അവിടെ തന്നെ. ഓക്കെ, ദിവസങ്ങൾ കൊണ്ട് ആരാ വീട് മാറുന്നത്? വർഷങ്ങൾ കഴിഞ്ഞാൽ മാറത്തുള്ളൂ ആൾക്കാർ. ആര് മാറിയാലും മാറിയില്ലെങ്കിലും റമദാനിന് ഇഫ്താർ കമ്പൽസറിയാണ്. ഇഫ്താറിൽ നല്ല ഡിഷസും എല്ലാവരും അന്വേഷിക്കുന്ന ഒരു
സംഭവമാണ്. അതെ. ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കബാബ്. വേണോ? അല്ല വേണം. ഇത് പുതുമയാർന്ന ചിക്കൻ കബാബാണ്. ചിക്കൻ കബാബ് പല രീതിയിൽ ചിക്കൻ കബാബ് നമ്മുടെ ഇന്ത്യൻ സ്റ്റൈലിൽ കുറച്ച് സ്പൈസി ഒക്കെ ആയിട്ട് ഉണ്ടാക്കുന്നത്. തന്തൂരിലാണ് ഉണ്ടാക്കാൻ പോണല്ലേ? തന്തൂരിലല്ല, ഫ്രൈ ചെയ്തെടുക്കാം. കാരണം ഇതൊരു ഹോം മെയ്ഡ് ഡിഷാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും തന്തൂര് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം. അതെ. വെരി ഗുഡ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നു. പുള്ളിക്കാരത്തി ഇതിനു മുമ്പ് വന്നു, ഒരു പ്രാവശ്യം എല്ലാം പരിചയപ്പെടുത്തിയായിരുന്നു. ഇനി ഞാൻ പരിചയപ്പെടുത്താം. എനിക്ക് കണ്ട ഇതൊക്കെ തിരിച്ചറിയാൻ പറ്റും നോക്കാം അല്ലേ? ഇവിടെ അരച്ചു വെച്ചിരിക്കുന്ന ഒരു സാധനമുണ്ട്. എന്താണ്? ചിക്കൻ കീമ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അതിനെ ഫർദർ അരച്ചു. അതായത് ചിക്കൻ പേസ്റ്റ്. ചിക്കൻ പേസ്റ്റ് അല്ല, നോർമലി ബോൺലെസ് ചിക്കന്റെ കീമയാണ്. ഇഞ്ചി, പച്ചമുളക്, മല്ലിയില, മുളക് ഇടിച്ചത്, ഉപ്പ്, കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ കടലമാവ്, പിന്നെ മുട്ട, ചെറുനാരങ്ങ, കുറച്ച് ചെറുനാരങ്ങയ്ക്ക് പകരം വലിയ നാരങ്ങ. ദുബായ് എല്ലാം വലുത്. അപ്പൊ ഇത്ര ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചിക്കൻ കബാബ് ഉണ്ടാക്കാം. അടുത്തൊരു പാനില് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങിക്കോളൂ. 6 മിനിറ്റ് മാത്രമേ സമയമുള്ളൂ ഷിമിക്ക്. അതെ. ആദ്യമായിട്ട് നമുക്ക് ചിക്കൻ മിൻസ് ചെയ്തത്, ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ ഒരു ഫുഡ് പ്രോസസ്സറിൽ ഇട്ടിട്ട് നോർമൽ ചിക്കൻ ബ്രസ്റ്റ് മിൻസ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. കടലമാവ് ഒരു സ്പൂൺ, കടലമാവ് എല്ലാം ഇതിൽ മിക്സ് ചെയ്യണം. 1 സ്പൂൺ ഗരം മസാല. സമയം കുറവാണ്, 2-3 കൈ ഉണ്ടെങ്കിൽ എല്ലാം പ്രയോഗിക്കും. ഇതിപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഒരു ഫുഡ് പ്രോസസ്സറിൽ ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഓരോന്നായി ഫുഡ് പ്രോസസ്സറിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. നമ്മളൊരു ഇന്ത്യൻ സ്റ്റൈലിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് അത്യാവശ്യം സ്പൈസി ആയിട്ട് കബാബ് ഉണ്ടാക്കാം. അതെ. പച്ചമുളക്, ഉപ്പിടാം. അത് ബ്രെഡ് ക്രംസ്. ഇത് ബ്രെഡ് ക്രംസും അല്ല, ഇപ്പൊ അതും കൂടെ മിക്സ് ചെയ്യും. എല്ലാം ഇപ്പൊ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരുമിച്ച് മിക്സ് ചെയ്യാം. നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കണം. ഇത് ഗൾഫിൽ എന്തുണ്ടാക്കിയാലും എന്ത് കബാബ് ഉണ്ടാക്കിയാലും മീനായിരുന്നാലും കോഴിയായിരുന്നാലും എന്തായിരുന്നാലും നാരങ്ങ എപ്പോഴും അടുത്ത് വേണം. ഉണ്ടാക്കുമ്പോഴും ഉണ്ടാക്കിയതിന് ശേഷവും പിന്നെ കഴിക്കുമ്പോഴും. അതെ. ഇനി നമുക്ക് മുട്ട ചേർക്കുമ്പോൾ അത് മിക്സ് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ മാത്രം കുറച്ച് അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് പിന്നീട് ബ്രെഡ് ക്രംസ് വീണ്ടും ചേർക്കാവുന്നതാണ്. കാരണം മുട്ട അതിൽ ചേർത്താൽ മാത്രമേ ഇത് സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ നമുക്ക്. കുറച്ചുകൂടെ നീങ്ങുന്നുള്ളൂ. നമ്മുടെ ഈ ഷെഹ്റു റമദാൻ എഴുതിക്കുന്ന ബോർഡിന്റെ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇതിന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള മുട്ടൻ സ്പീഡ് കിട്ടത്തുള്ളൂ. ഞാൻ ഈ തീ ഒന്ന് കൂട്ടിക്കോട്ടെ. ഇതിലേക്ക് ഞാൻ ഈ എണ്ണ ഇങ്ങനെ വെക്കാണ്. ഇത് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ചെയ്യരുത്. പച്ച ചിക്കൻ ആണ്, അതുകൊണ്ട് ഇതിൽ കുറച്ചും കൂടെ ബ്രെഡ് ക്രംസ് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തു. പക്ഷെ മുട്ട അധികമായിട്ട് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്കത് ഷേപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. നന്നായി മിക്സ് ചെയ്ത് ശരിക്കും ഇത് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് ഒരു ഹാഫ് ആൻ അവർ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് അതിന്റെ പാകത്തിന് കിട്ടും. ഇപ്പൊ നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നത് കബാബിന്റെ ഷേപ്പില്, നോർമൽ അറബിക് കബാബിന്റെ ഷേപ്പില്, കബാബ് ഷേപ്പില് വേണമെങ്കിൽ നമ്മളത് ഒന്ന് പരത്തിയെടുക്കാം. ഈ ഒരു ഷേപ്പിലാക്കാനായിട്ട് കുറച്ച് എണ്ണ ഇങ്ങനെ മുക്കിയിട്ട് ഷേപ്പായി വരും. അപ്പോൾ ഇത് ഞാൻ ആദ്യം കൂടി വിടാം. ഫസ്റ്റ് പ്രൈസ് എനിക്കാണേ. കുഴപ്പമില്ലല്ലോ, ചെറുതായി കൂടെ വരുന്നില്ലേ? ഈ കൂടെ എല്ലാം ആവശ്യം ഇട്ടോളൂ. ഇത് പുറത്ത് കബാബാണെന്ന് തോന്നിക്കാനായിട്ട് കുറച്ച് എണ്ണയിൽ വെച്ചതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റ് ആയിട്ട് വരും. പുള്ളിക്കാർത്തി വിചാരിച്ചതും ഞാൻ കൽപ്പിച്ചതും എല്ലാം ഒന്നാണ്. അപ്പൊ എണ്ണയിൽ വറുത്ത് കോരുന്ന, അതെ, ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാ. ഒരു ആണല്ലേ? ഇതിൽ നമ്മൾ നേരത്തെ പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഓരോ ഷേപ്പ് കബാബിന്റെ ഹാപ്പി? വെരി ഹാപ്പി. ഇതിനെ തിരിച്ചിടണോ? തിരിച്ചിടണം. ഒന്ന് ബ്രൗൺ, ഒരു 5 മിനിറ്റ് ഒരു സൈഡ് ലൈറ്റ് ബ്രൗൺ ആവുമ്പോൾ അതൊന്ന് വെന്തോന്ന് തോന്നുമ്പോൾ നമുക്ക് തിരിച്ചിടാം. ഇപ്പൊ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ ഒരു കളറായി വരുമ്പോൾ ഇതൊന്നും കൂടെ റെഡി ആവണം. ഇത് റെഡി ആയിട്ടുണ്ട്.
ചിക്കൻ കൊണ്ട് എന്തുണ്ടാക്കിയാലും സൂക്ഷിക്കണം. ചിക്കൻ പച്ചയാണെങ്കിൽ അതിനെ കുക്ക് ചെയ്യാനായിട്ട് അതിന് സമയം കൊടുക്കണം. ബോൺലെസ് പിന്നെ ഇത് മിൻസ് ചെയ്തതായതുകൊണ്ട് പെട്ടെന്ന് കുക്കായി കിട്ടും. എന്നാലും 10 മിനിറ്റ് കുക്ക് ചെയ്യണം. എന്നാലും നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുക. ഓ അനുസരിച്ചോളാമേ. എടുത്തോളൂ. പേരെന്താണ് ഒന്നുകൂടെ എല്ലാവരും കേൾക്കട്ടെ. ചിക്കൻ കബാബ്. നിങ്ങളുടെ പേര്? ഷിമി റഫീഖ്. ഷിമി റഫീഖ് ഉണ്ടാക്കിയ ചിക്കൻ കബാബ് വളരെ അടിപൊളിയായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു. ഇത് ഇന്ന് ഇതിന്റെ വേൾഡ് പ്രീമിയർ ആണ്. ഞാൻ ഇതിനു മുമ്പ് എങ്ങനെ കണ്ടിട്ടില്ല. കഴിച്ചു നോക്കിയാൽ ഒരു പക്ഷേ ഇതുപോലെ കഴിച്ചും കാണത്തില്ല. നിങ്ങൾ ഇന്ന് തന്നെ ഇത് ചൂടായിട്ട് ഉണ്ടാക്കി നോക്കൂ. നിങ്ങളുടെ ഇഫ്താർ സ്പെഷ്യൽ ആക്കൂ. ഞാൻ ഷെഫ് അനിൽ കുമാർ ഷിമിക്ക് ഇപ്പോൾ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ്. അതവിടെ വെച്ചോളൂ. നിങ്ങളുടെ കയ്യിലേക്ക് ഒരു ഗിഫ്റ്റ് വെച്ച് തരാം. റംല സൂപ്പർ മാർക്കറ്റിൽ അല്ലെങ്കിൽ റംല ഹൈപ്പർ മാർക്കറ്റിൽ റമദാൻ നൈറ്റ് സൂക്കിൽ 500 ദിർഹമിന്റെ ഷോപ്പിംഗ് നിങ്ങൾക്ക് ചെയ്യാം. താങ്ക് യു. യു വെൽക്കം. ഇത് മാത്രമല്ല ആൻറ്റ ഷൂസിന്റെ സ്ലോഗൻ എന്താണ്? കീപ് മൂവിംഗ്. To help you keep moving, they have amazing shoes. Wow, nice color. Very good. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ കളർ? Okay. So you keep moving. We are going to keep moving. Tomorrow we will move again. Another great episode of Tasty Iftar. Till then, goodbye from both of us. Bye bye. Anta sportswear, footwear, apparel and accessories now available at Lulu. जब हाथों से खिलानी है 2 वक्त की रोटी तो वो जरूर हो शक्ति भोग आटे से बनी, अपने देश का नंबर 1 आटा. അമ്മേ എവിടെ പോവാ? പറയാൻ മറന്നു, ഷോപ്പിങ്ങിന്. അപ്പോ എന്റെ ലഞ്ചോ? ഡൈനിങ് ടേബിളിൽ വെച്ചിട്ടുണ്ട് ചില്ലി ചിക്കൻ. കൊള്ളാലോ, ഈസി കുക്കിംഗ്. ഇനി ഞങ്ങളുടെ സ്റ്റൈൽ ഈസ്റ്റേൺ ചില്ലി ചിക്കൻ മസാല. റമദാൻ നൈറ്റ് സൂക്ക് ഈ പെരുന്നാൾ രാവിൽ ഗസലിന്റെ ഈരടിയോട് കൂടിയ ഒരു ഹെന കോൺടെസ്റ്റ്. വിജയിക്കുന്ന 3 പേർക്ക് ഓരോ പവൻ ഗോൾഡ് കോയിൻ വീതം. സപ്പോർട്ടഡ് ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. റമദാൻ നൈറ്റ് സൂക്ക് at Ramla Hypermarket. Powered by Benchmark Media. Onachanda Kerala Fest, the Harvest Festival of Kerala on 5th, 6th and 7th in Dubai, UAE. Powered by Benchmark Media. We Telephony, a dynamic and innovative company providing cost-effective telecom, IT products and services to the businesses as well as consumers. Telephony today, with a global outlook and reach, one of the most successful ICT solution providers in the MENA region. A truly innovative company with a commitment to quality and technologies. The future is bright. Telephony Telecom Technologies, in search of true greatness. Finora Kitchen, a perfect stainless steel kitchen for you and your family. Now in Cochin, a product from Silver Metals Industries, Dubai. जब हाथों से खिलानी है 2 वक्त की रोटी तो वो जरूर हो शक्ति भोग आटे से बनी, अपने देश का नंबर 1 आटा. ടേസ്റ്റി ഇഫ്താറിൽ ജ്യൂസ് വെള്ളിൽ നിൽക്കുന്ന ഞാൻ ഇന്ന് ജ്യൂസ് അല്ല കുടിക്കാൻ പോകുന്നത്. എന്താ കുടിക്കാൻ പോകുന്നത്? ഒരു ക്ലാസി ഡ്രിങ്ക്. ക്ലാസി ഡ്രിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ക്ലാസ് ഈസ് ഫ്രം ക്രീം, മിൽക്ക് ആൻഡ് ഐസ്ക്രീം. യെസ്, ഒരു ക്ലാസിക് മിൽക്ക് ഷേക്ക്.
സ്നേഹത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് നമ്മുടെ സൃഷ്ടാവിനോടും നമ്മളുടെ പ്രവാചകനോടുമുള്ള സ്നേഹത്തെക്കുറിച്ച് നാം സംസാരിക്കുകയുണ്ടായി. ഇതേപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് നമ്മളുടെ സഹജീവികളോട്, നമ്മളുടെ ചുറ്റുഭാഗത്തുള്ളവരോട്. നമ്മളുടെ ബന്ധുക്കളായിരിക്കാം, സുഹൃത്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരായിരിക്കാം. അവരോട് നമുക്ക് വേണ്ട സ്നേഹം. സ്നേഹം ദിവ്യമാണ്. ദൈവം നൽകിയിട്ടുള്ള ഏറ്റവും നല്ലൊരു വരദാനമാണ് സ്നേഹം. ആ സ്നേഹം അത് ചുറ്റുള്ളവരിൽ എത്തിക്കുക എന്നുള്ളത് ആണ് മനുഷ്യന് ഏറ്റവും വലിയ ഒരു ലക്ഷ്യമായിട്ട് കാണാനുള്ളത്. പലപ്പോഴും നാം ഈ ഒരു കാര്യത്തിൽ പിശുക്ക് കാണിക്കാറുണ്ട്. ഒരു ചെലവുമില്ലാത്തൊരു കാര്യമാണ് സ്നേഹം നൽകുക എന്നുള്ളത്. ശാരീരികമായോ അല്ലെങ്കിൽ മറ്റ് സാമ്പത്തികമായോ ഒന്നും ഒരു ചെലവുമില്ലാത്ത കാര്യമാണ് സ്നേഹിക്കുക. അത് മനസ്സിൻ്റെ ഒരു തീരുമാനം മാത്രം മതി സ്നേഹിക്കാൻ. തുറന്നു കൊടുക്കുക നമ്മളുടെ മനസ്സ്, മറ്റുള്ളവർക്ക് അതിൽ ഇടം നൽകുക എന്നുള്ളത്. പലപ്പോഴും പലരും, അടുത്ത ബന്ധുക്കൾ വരെ, സ്നേഹം ഉണ്ടെങ്കിൽ തന്നെ അത് പുറത്ത് പ്രകടിപ്പിക്കുവാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ്. പലർക്കും സ്നേഹിച്ചാൽ തന്നെ, സ്നേഹമുണ്ടെങ്കിൽ തന്നെ അത് പറയാൻ പറ്റില്ല. ഉള്ളിൽ സ്നേഹമുണ്ടാകും, പക്ഷേ ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ പലർക്കും പറ്റില്ല. അത് മാറണം. സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റണം, കാണിക്കാൻ പറ്റണം. റസൂൽ തിരുമേനിയൊക്കെ സ്വന്തം വീട്ടിൽ സ്നേഹം പ്രകടിപ്പിച്ചിരുന്നു